നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കാം. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദവുമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിസ്റ്റം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം എന്നതിനെക്കുറിച്ചുള്ള വിശദ വിവരണങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പ്രാർത്ഥന ഒരു അവിഭാജ്യ ഘടകമാണ്. സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയുന്നു. എൻ്റെ അച്ഛൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ പരീക്ഷ എഴുതാൻ തുടങ്ങിക്കോളൂ. ഉടനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കരുത് എന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട്? നമ്മുടെ എഡ്യൂക്കേഷൻ കൂടുതൽ ഭൗതിക തലത്തിലേക്ക് തിരിയുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മൾ അവഗണിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തെപ്പറ്റി ചിന്തിക്കാം. നമ്മളെല്ലാവരും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ അച്ഛനിൽ നിന്നുമുള്ള സ്പേമും അമ്മയിൽ നിന്നുമുള്ള ഓവവും യോജിച്ചിട്ടാണ് ഒരു ഭ്രൂണം ഉണ്ടാവുന്നത്. അത് ക്രമേണ ബോധം പ്രാപിച്ച്
ഒരു ശരീരത്തിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു. അപ്പം അതിന് വേണ്ട അറിവെല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മോഡേൺ സയൻസിന് അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു തേർഡ് ഫാക്ടർ അവിടെ വരുന്നുണ്ട്. ഒരു സ്പേമും ഒരു എഗ്ഗും മാത്രം യോജിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ജീവൻ പ്രത്യക്ഷപ്പെടില്ല. അവിടെ ഒരു ഫോഴ്സ് അതിലേക്ക് എൻ്റർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ ലൈഫ് ഫോഴ്സ്, അതാണ് ഈ കോശങ്ങളെ ഡിവൈഡ് ചെയ്യുന്നതും ശരീരത്തെ ഡെവലപ്പ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഈ ലൈഫ് ഫോഴ്സ് എല്ലാ അറിവുകളും ഉൾക്കൊള്ളുന്നതാണ്. പൂർണ്ണമായിട്ടുള്ള അറിവ് ഉൾക്കൊള്ളുന്ന ഒരു ഫ്ലോ ആണ് ആ ലൈഫ് ഫോഴ്സ്. ഈ ശരീരത്തെ അത് മോഡൽ ചെയ്യുന്നു എന്നാണ് പല സ്പിരിച്വൽ ബുക്സിലും പറയുന്നത്. അത് മോഡൽ ചെയ്തതിന് ശേഷം അതിന് പ്രവേശിക്കാൻ തക്കവണ്ണം തയ്യാറാകുമ്പോൾ അതിലേക്ക് കയറി വരുന്നു. ഏകദേശം 3-ാം മാസമാണ് കോൺഷ്യസ്നസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് മോഡേൺ സയൻസും സമ്മതിക്കുന്നുണ്ട്. ഹാർട്ട് ബീറ്റൊക്കെ നമുക്ക് അപ്പോഴാണ് കാണാൻ തുടങ്ങുന്നത്. അതുവരെ അത് വളരുന്നത് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ബോധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗർഭാവസ്ഥയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ട എല്ലാ വിധത്തിലുള്ള അറിവുകളും ആ ലൈഫ് ഫോഴ്സ് എന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ കോശങ്ങളുടെയും കണ്ടൻറ്റ് ഒരേ ക്രോമസോംസ് ആണെങ്കിലും, അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ജനറ്റിക് സ്ട്രക്ചർ ആണെങ്കിലും, പലതരത്തിലുള്ള ഓർഗൻസ് നിർമ്മിക്കാൻ ഈ കോശങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. നെർവ് സെൽസ് ആവുന്നു, ഹാർട്ടിൻ്റെ സെൽസ് ആവുന്നു, മസിൽസിൻ്റെ സെൽസ് ആവുന്നു, സ്കിന്നിൻ്റെ സെൽസ് ആവുന്നു, ശ്വാസകോശത്തിൻ്റെ സെൽസ് ആവുന്നു, കണ്ണിൻ്റെ സെല്ലുകളാവുന്നു. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതിനുള്ള അറിവ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആ ലൈഫ് ഫോഴ്സിൽ നിന്നാണ്. അതിന് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ആ ശരീരം വളരാനായിട്ട് ആവശ്യമുള്ള നറിഷ്മെൻറ്റ്, ഭക്ഷണമായാലും വായുവായാലും വെള്ളമായാലും എല്ലാം അമ്മയുടെ ശരീരത്തിലൂടെ ആ ഭ്രൂണത്തിലേക്ക് കടന്നു വരുന്നു. ആ ഭ്രൂണം യഥാർത്ഥത്തിൽ സ്വയം ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഒരു നിദ്രയിലാണ്, അതങ്ങനെ വളരുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും ആ ഫീറ്റസിൻ്റെ, ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിയുടെ സ്റ്റേറ്റ്? നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് എടുത്ത് നോക്കുമ്പോൾ, ശ്രീമദ് ഭാഗവതം എസ്പെഷ്യലി, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം. ഒരു ഗർഭപാത്രത്തിലിരിക്കുന്ന ശിശുവിൻ്റെ മനോഭാവം അതിൽ പറയുന്നുണ്ട്. ഗർഭസ്ഥ ശിശു പ്രാർത്ഥനാഭാവത്തിലാണ് എന്നാണ് പറയുന്നത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് ആ ലൈഫ് ഫോഴ്സിൽ ഡിപ്പെൻഡൻ്റ് ആണ്. സ്വന്തമായിട്ട് ചിന്തിക്കാനോ സ്വന്തമായിട്ട് ആഹാരം കഴിക്കാനോ സ്വന്തമായിട്ട് അറിവ് സമ്പാദിക്കാനോ ഒന്നും അതിന് സാധ്യമല്ല. അത് ഉറക്കത്തിലാണ്. പക്ഷേ അതിലേക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ആക്റ്റീവ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് സ്വീകരിക്കാൻ ഒരു വ്യക്തിത്വം അവിടെയുണ്ട്. ഒരു ഈഗോ വളരെ ലേറ്റൻറ്റ് സ്റ്റേറ്റിൽ അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ ആ ഒരു പ്രവർത്തിക്കുന്ന ആ വ്യക്തിത്വത്തിൻ്റെ സ്വഭാവം പ്രാർത്ഥനാഭാവമാണ്. പൂർണ്ണമായിട്ടും ലൈഫ് ഫോഴ്സിൽ സറണ്ടേർഡായിട്ട് ആണ് അവിടെ ജീവിക്കുന്നത്. എന്താണോ വേണ്ടത് അത് സ്വീകരിച്ചുകൊണ്ട് ശരീരം വളരുന്നു. ഇപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും അനോമലീസ് ഉണ്ടെങ്കിൽ അതിനെ സ്വയം മാറ്റാൻ പറ്റുന്നില്ല. അതോടുകൂടിയിട്ടാണ് കുട്ടി ജനിക്കുന്നത്. അപ്പോൾ ആ ശരീരം ഡെവലപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാം അതിൽ അന്തർലീനമായിട്ടുണ്ട്. അതിനെ നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കുന്നു. ഈ ലൈഫ് ഫോഴ്സിന് ഡെവലപ്പ് ചെയ്യാനുള്ള മനസ്സും മനസ്സിന് പ്രവർത്തിക്കാനുള്ള മണ്ഡലവും സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരമാണ് ശരീരത്തിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ നോക്കിയാൽ അറിയാം, പെർഫെക്റ്റ് ഇന്നസെൻസാണ്. എല്ലാവർക്കും കുട്ടികളെ ഇഷ്ടമാണ്. കുട്ടികളുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള ചിരി, നിഷ്കളങ്കമായിട്ടുള്ള കരച്ചിൽ, നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റം. അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ കരയും. അവർ സ്വന്തം ആനന്ദിക്കുമ്പോൾ ചിരിക്കും. നമ്മൾ ചിരിപ്പിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ പ്യൂരിറ്റി അവരിൽ നിലനിൽക്കുന്നു. അപ്പോൾ ജനിച്ച ഉടനെയും ഈ വ്യക്തിത്വം പ്രാർത്ഥനാഭാവത്തിൽ തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് ഒരു പ്യുവറായിട്ടുള്ള ഒരു നദിയുടെ തുടക്കമായിട്ട് അതിനെ കമ്പയർ ചെയ്യാം. ഗംഗ തുടങ്ങുന്നത് ഗംഗോത്രിയിൽ നിന്നാണ്, പരിശുദ്ധമായിട്ടുള്ള വെള്ളം. ആ വെള്ളം ഒഴുകി വരുമ്പോൾ അതിൽ മിനറൽസ് ആഡ് ചെയ്യപ്പെടുന്നു. നമുക്ക് പ്യുവറായിട്ടുള്ള ഡിസ്റ്റിൽ വാട്ടറിൽ ജീവിക്കാൻ സാധിക്കില്ല. ഭൗതിക ജീവിതത്തിൽ പ്യുവറായിട്ടുള്ള ഓക്സിജനിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ആ പ്യുവറായിട്ടുള്ള ആ ഫ്ലോ, നമ്മളിലേക്ക് ഒഴുകി വരുന്ന ലൈഫ് ഫ്ലോ, അത് മാത്രം നമുക്ക് മതിയാവുന്നില്ല. ശരിക്കും അതിന് മാത്രം ജീവിക്കാൻ പറ്റുന്നതായിരുന്നു, പക്ഷേ അത് പറ്റുന്നില്ല. കാരണം നമുക്ക് ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള പോഷകങ്ങൾ വേണം, അതിൻ്റേതായിട്ടുള്ള വായു, വെള്ളം, പഞ്ചഭൂതങ്ങളെല്ലാം വേണം. അപ്പോൾ പരിശുദ്ധമായിട്ടുള്ള ആ ഫ്ലോ അത് കൂട്ടിച്ചേർക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഇംപെർഫെക്ഷൻസ് കടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ ശരീരം എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും അതിൽ ഇംപെർഫെക്ഷൻ ഉണ്ട്. കാരണം അവിടെ ദ്വന്ദ്ങ്ങളുണ്ട്. ലൈഫ് ഫോഴ്സിൽ ദ്വന്ദ്ങ്ങളില്ല. അതെല്ലാവർക്കും ഒരുപോലെയാണ്, പ്യുവർ സ്നേഹമാണ്. ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദ്വന്ദ്ങ്ങൾ കടന്നു വരും. അവിടെ ഒരു ഉയർച്ചയും താഴ്ചയുണ്ട്, ഒരു വളർച്ചയും ഒരു തളർച്ചയും ഉണ്ട്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ശരീരത്തിലൂടെ നമ്മൾ ഇംപെർഫെക്ഷൻസിൽ നിലനിൽക്കുന്ന ഈ ബോഡി, അതിലൂടെ ആ പ്യുവറായിട്ടുള്ള ആ ഫ്ലോ ഒഴുകണം, പ്യുവറായിട്ടുള്ള ആ ജ്ഞാനം ഒഴുകണം. ഒരു വിത്തിലൊരു മരം ഒളിഞ്ഞു കിടക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ആലിൻ്റെ വിത്ത് ചെറുതാണ്, പക്ഷെ അതിൽ ആലിൻ്റെ ആ എല്ലാ സ്വഭാവം അതിനുണ്ട്. പാലിൻ്റെ ആ ജീവൻ അതിൻ്റെ മരത്തിലൂടെ എക്സ്പ്രസ്ഡ് ആവണം. അപ്പോൾ ഏത് തരത്തിലുള്ള ആലാവും, പലതരത്തിലുള്ള ആളുണ്ട്, എൻവയൺമെൻ്റ് അനുസരിച്ച് മാറുന്നു. അപ്പോൾ അവിടെ ഒരു പുറമേ നിന്നും ഉള്ള ഒരു റെസിസ്റ്റൻസ് അനുഭവിക്കുന്നു. ഈ റെസിസ്റ്റൻസിനെ മറികടന്നിട്ട് ആ ലൈഫ് അതിൻ്റെ പ്യുവർ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യണം. ലൈഫ് ഷുഡ് എക്സ്പ്രസ് ഇറ്റ്സ് പ്യുവർ ക്യാരക്ടറിസ്റ്റിക്. ഇതാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിത്വം എപ്പോഴും ആ ഫ്ലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എങ്ങനെയായിരുന്നു ആ കുട്ടിത്തമുള്ളപ്പോൾ നിഷ്കളങ്കത നിലനിർത്തിയിരുന്നത്, ആ പ്യൂരിറ്റി നിലനിർത്തിയിരുന്നത്, പ്യുവറായിട്ടുള്ള ഫിൽറ്ററായിട്ട് അറിവുകളെ അതേപോലെ എടുത്തിട്ട് ഈ ശരീരത്തിലൂടെ ഇന്നസെൻസായിട്ട് പുറത്തേക്ക് വിട്ടിരുന്നു. കുട്ടികളുടെ ഇന്നസെൻസ്, അവർക്ക് അതിർവരമ്പുകളില്ല, അവർക്ക് എതിർപ്പോ വെറുപ്പോ ഒന്നുമില്ല. അപ്പോൾ ഈ ശരീരം വളരുമ്പോഴും ആ പ്യൂരിറ്റി നിലനിർത്തുക, അവിടെയാണ് ശരിക്കും നമ്മുടെ ട്രെയിനിങ്. അതാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഉള്ളിൽ നിന്നുമുള്ളതിനെ അതേപോലെ എക്സ്പ്രസ് ചെയ്യുക. വളർന്നു വരുമ്പോൾ വ്യക്തിത്വം കൂടുതൽ ഈ ക്ഷേത്രത്തിലേക്ക് തിരിയുമ്പോൾ, അതിൻ്റെ പല വശങ്ങളിലേക്ക് തിരിയുമ്പോൾ അവിടെ ഡൈല്യൂഷൻസ് കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഫ്ലോ പരമാവധി പറ്റുന്നത്ര രീതിയിൽ പ്യൂരിറ്റിയിൽ നിലനിർത്തുക എന്നുള്ളത് വലിയൊരു ടഫായിട്ടുള്ളൊരു ഭാഗമായിട്ട് മാറും. ശരിക്കും അതൊന്നുമില്ല, സിമ്പിളാണ്. എങ്ങനെയാണ് സിമ്പിളാവുന്നത്, സരളമാവുന്നത്, ലളിതമാവുന്നത്? പ്രാർത്ഥനാഭാവത്തിലൂടെ. അപ്പം എങ്ങനെയാണോ നമ്മൾ പ്രാർത്ഥനാഭാവത്തിൽ ജനിച്ചത്, ആ പ്രാർത്ഥനാഭാവം ജീവിതത്തിലുടനീളം നിലനിർത്തണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് നമ്മൾ ആ ഡിവൈനായിട്ട് ആ സ്മരണയിൽ പ്രാർത്ഥനാഭാവത്തിരിക്കുന്നു. നമ്മൾ ആ പ്യൂരിറ്റീനെ ഡൈല്യൂട്ട് ചെയ്യരുത്. കുട്ടിയുടെ ആ ചൈൽഡ് ലൈക്ക് ഫീച്ചേഴ്സിനെ ഡൈല്യൂട്ട് ചെയ്യാതെ അവരിലുള്ള ആ പരിശുദ്ധത, അവരിലുള്ള സ്നേഹത്തെ അതേപോലെ വളരാൻ അനുവദിക്കണം. ആ ക്രിയേറ്റിവിറ്റീനെ വളരാൻ അനുവദിക്കണം. പാസ്റ്റിൽ ഒടുങ്ങിപ്പോയിട്ടുള്ള സൊസൈറ്റിയും ഫാമിലിയും രാജ്യവും എല്ലാം ക്രമേണ ഈ ജനിക്കുന്ന ശിശുവേയും അതേപോലെ തന്നെ മുൻവിധികളിലേക്കും പാസ്റ്റിലേക്കും കൊണ്ടുപോകുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ആവരുത് എന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടിക്കാലത്ത് തന്നെ ബ്രഹ്മചാരികളാവുന്നു. പണ്ടത്തെ കാലത്ത് ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ഈഗോ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഗുരുനാഥൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു. പണ്ടത്തെ കാലത്ത് യജ്ഞോപവീതം എന്ന് പറയും, ഉപനയനം,
ഉൾക്കണ്ണ് തുറക്കുക എന്ന് പറയും. അത് പിൽക്കാലത്ത് ചില കാസ്റ്റിൽ മാത്രം ഒതുങ്ങിപ്പോയി. യഥാർത്ഥ എല്ലാ മനുഷ്യർക്കും വേണം ആ ഉൾക്കണ്ണ് തുറക്കൽ. എങ്ങനെയാണോ നീ ആ പ്രാർത്ഥനാഭാവം നിലനിർത്തേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു ഗുരുനാഥൻ കുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ കുട്ടി ബ്രഹ്മചര്യം എന്നുള്ള ഈ ഭാവത്തിൽ, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുക എന്നതാണ്, ഡിവൈനായിട്ടുള്ള സ്മരണയിൽ ജീവിക്കുക എന്നതാണ്. ആ ട്രെയിനിങ്ങിലാണ് പിന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്കും പിന്നീടുള്ള ജീവിതത്തിലേക്കും പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഈ ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ. നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടെങ്കിലും ഈ അറിവുകളുടെ എല്ലാം സ്രോതസ്സ്, പ്യുവറായിട്ടുള്ള സ്രോതസ്സ് എന്നിലൂടെ തന്നെ പ്രവഹിക്കുന്നു. ഞാൻ അതിനെ കളങ്കപ്പെടുത്തരുത്, ഞാൻ എൻ്റെ അഹംബോധം കൊണ്ട് അതിനെ കളങ്കപ്പെടുത്തരുത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ ഉള്ളിലുള്ള ഈ മിസ്കൺസെപ്ഷൻ്റെ മുൻവിധികളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം. ശരിയായിട്ടുള്ള അറിവ് എന്നിലൂടെ പ്രവഹിക്കട്ടെ. എന്താണ് ശരിയായിട്ടുള്ള അറിവ്? സ്നേഹം. എന്ത് ചെയ്യുമ്പോഴും സ്നേഹത്തോടെ, കമ്പാഷനോടെ ചെയ്യുക. പ്രവൃത്തി എത്ര ചെറുതാണെങ്കിലും അതിൽ സ്നേഹം ആഡ് ചെയ്യപ്പെടുമ്പോൾ അത് ഡിവൈനായിട്ട് മാറും. എത്ര വലുതാണെങ്കിലും അതുപോലെ തന്നെ. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഒരു സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും വിദ്യാഭ്യാസത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.